കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിയുമായി സർക്കാർ. സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ നൽകുവാനും വീട് വെച്ച് നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സർക്കാർ മിഥുന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വകുപ്പിന് ചെയ്യാനുള്ളതിന്റെ പരമാവധി ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം സർക്കാർ മാനേജ്മെന്റിന് നൽകി. സ്കൂളിന്റെ ചുമതലയിലുണ്ടായിരുന്ന എഇഒയിൽ നിന്ന് അടിയന്തര വിശദീകരണവും തേടും. ഇതിനൊപ്പം മിഥുന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 3 ലക്ഷം രൂപ നൽകാനും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മുഖേന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനും തീരുമാനമായി. ഇതുകൂടാതെ മിഥുന്റെ ഇളയ സഹോദരന്റെ 12ാം ക്ലാസ് വരെയുള്ള പഠനച്ചിലവിൽ ഫീസ് ഇളവും നൽകും. സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന എഇഒയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും. ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ 3 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ സ്കൂൾ PTA അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണമെന്നും മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് മാനേജ്മെന്റ് അടിയന്തര ധനസഹായം നൽകണമെന്നും ഇല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വിഷയത്തിൽ തദ്ദേശ വകുപ്പിന്റെ നിലപാട് പരിശോധിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.